വിജയിച്ചാൽ നെന്മാറ മണ്ഡലത്തിൽ കാർഷിക ടൂറിസം മേഖലയിൽ വികസന പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് UDF സ്ഥാനാർത്ഥി എ തങ്കപ്പൻ. നെല്ല് സംഭരണത്തിനും പദ്ധതി ആവിഷ്കരിക്കുമെന്ന് തങ്കപ്പൻ പറഞ്ഞു. നെല്ല് സംഭരണം കീറാമുട്ടിയായി തുടരുന്നതിന് കാരണം 2 തലത്തിലുള്ള സംവിധാനമാണ്. നെല്ലെടുക്കുന്നത് സപ്ലൈകോയും തുക നൽകുന്നത് സഹകരണ സ്ഥാപനങ്ങളും. നെന്മാറയിൽ വാർത്താലേഖകരുമായി സംസാരിക്കുകയായിരുന്നു DCC പ്രസിഡന്റ് കൂടിയായ UDF സ്ഥാനാർത്ഥി. അപ്പം ജനഹിതം എതിരായിട്ടുള്ള ഒരു ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ പ്രതീക്ഷിക്കുന്നതും ഞങ്ങൾ അതിലേക്ക് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തർക്കമൊന്നും വേണ്ട. അത് ആരെയും എതിർ സ്ഥാനാർത്ഥി കൊണ്ടോ എൻ്റെ മെച്ചമൊന്നും കണക്കാക്കേണ്ട നിങ്ങളത്. അങ്ങനെ കണക്കാക്കുമോ? ആ ഒരു ഗവൺമെൻറ്റിനെതിരെ അങ്ങനെയാണത് കാറ്റ്. അറിയാം, രാഷ്ട്രീയത്തിൽ അങ്ങനെയല്ലേ വരുക. ആ ഒരു എതിർവികാരം ആളിക്കത്തുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. അത് ആരും മോശക്കാരായിട്ടോ നന്നായിട്ടൊന്നും അല്ല. അപ്പോൾ അത് ജനങ്ങൾ ഉണ്ടാവും. അവരുടെ ഭാഗത്ത് നിന്ന് ആ വികാരം പ്രകടിക്കുമ്പോൾ അത് UDFന് അനുകൂലമായിട്ട് വികാരം തന്നെ ആവാനാണ്. ഗവൺമെൻറ്റിനെതിരെ വികാരമാകുമ്പോൾ അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏപ്രിൽ 9-ന് എണ്ണുന്നും മെയ് 4-ന് എന്നിട്ട് നമുക്ക് തരുന്ന 20 ദിവസം. നിങ്ങളൊരു കാര്യം, അന്ന് 9 ദിവസമാണ് ഇലക്ഷൻ പ്രഖ്യാപിച്ചത്. നോമിനേഷൻ 9 ദിവസം കൊടുക്കണം. 4 ദിവസം ലീവാണ്. പലരും കൊടുത്തവർ എന്ത് കുറിച്ച് കൊടുത്ത് എങ്ങനെ കയറിയില്ല. 4 ദിവസം ലീവാണ്. ഒരു പേപ്പർ ചെയ്യാൻ കണ്ടു പുതിയൊരാൾക്ക്. അപ്പോൾ എന്താണ് ചെയ്ത് പറഞ്ഞാൽ ഈ ജനാധിപത്യത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി കശാപ്പ് ചെയ്തെന്ന് വിചാരിക്കും. ഒരു എല്ലാം റിലാക്സ് ചെയ്യണ്ടേ ഒരാൾക്ക്, ചെയ്യണ്ടേ? നമുക്കത് കാരണം ഇപ്പം എല്ലാവരെയും കണ്ട് എടുത്ത് നേരിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു ചെറിയ ഇതിൽ പോവുക. പക്ഷേ ഞാനൊരു കാര്യം മനസ്സിലാക്കിയത്, ഞാൻ ഇന്നൊരു ചെറിയ അംഗവൈകി അവരുടെ സ്കൂളിൽ പോയി. ആ കുട്ടികൾ ചോദിക്കുമ്പോൾ അവർ പറയേണ്ട ആർക്കാണ് വോട്ട് ചെയ്യുന്നത്? നിങ്ങളല്ല, ആ കുട്ടികൾ. അപ്പോൾ അവരെത്ര, അപ്പോൾ ജനങ്ങളെത്ര ആർക്ക് എന്ത് തീരുമാനിച്ചു ആലോചിച്ചാൽ മതി. മണ്ഡലത്തിൽ റോഡുകളുടെ അവസ്ഥ ശോചനീയമാണ്. മലമ്പുഴ പോലെ 3 ഡാമുകൾ ഉള്ളത് മെച്ചപ്പെടുത്താനും ആലോചനയുണ്ടെന്ന് തങ്കപ്പൻ പറഞ്ഞു. നെന്മാറ വല്ലങ്ങി വേലയോടനുബന്ധിച്ച് കൽപ്പാത്തി രഥോത്സവ മാതൃകയിൽ വിവിധ സാംസ്കാരിക പരിപാടികൾ നടത്താനും ആലോചനയുണ്ട്. നേതാക്കളായ സജേഷ് ചന്ദ്രൻ, C പ്രകാശ്, പ്രദീപ് മാധവൻ തുടങ്ങിയവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.